ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല കാർഷിക പ്രവർത്തനങ്ങളിലും മാതൃകയാവുകയാണ് അടിമാലി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയം. 5000-ഓളം ചൂട് മരച്ചീനിയാണ് ഈ വർഷം പള്ളിവക സ്ഥലത്ത് കൃഷിയിറക്കിയത്. സി പവിത്ര എന്ന ഇനം മരച്ചീനിയാണ് പള്ളിവക സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനി ഇനമാണ് സി പവിത്ര. ഒരു ചുവട്ടിൽ നിന്നും പരമാവധി 15 കിലോ വരെ കപ്പ ലഭിക്കും. ശരാശരി 6 കിലോഗ്രാം വരെ ഉറപ്പായും ലഭിക്കും. 1000 കിലോ കപ്പ ഇതിനോടകം ഇവിടെ നിന്നും വിപണിയിലെത്തിച്ചു കഴിഞ്ഞു. 1 കിലോ കപ്പയ്ക്ക് 22 രൂപയാണ് വില വരുന്നത്. 6000 കിലോ കപ്പയെങ്കിലും ഇത്തവണ വിളവ് ലഭിക്കുമെന്ന ഇടവക വികാരി ഫാദർ മാർക്കോസ് ചിറ്റേമാരിൽ പറഞ്ഞു. നമുക്കിവിടെ 6.25 ഏക്കർ സ്ഥലമുണ്ട്. 6.25 ഏക്കർ സ്ഥലത്ത് 5000 കപ്പ നട്ടിട്ടുണ്ട്. കപ്പയുടെ ഇടയ്ക്കോടെ ആയിട്ട് 200-ലധികം തെങ്ങ് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ 500 ജാതി, കൊക്കോ, കുരുമുളക് ചെടി മുതലായിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനിടയിൽ ഒന്നും കൃഷി ചെയ്യാൻ ഇടയില്ലാത്ത കപ്പ കൃഷി ലാഭകരമാണ്. തീർച്ചയായിട്ടും 5000 ചോട് കപ്പ നമ്മൾ ഇട്ടിരിക്കുന്നത്. 5000 ചോട് കപ്പയിൽ 1000 ചോട് കപ്പ പറിച്ചു. അതിന് നമുക്ക് 6000 കിലോ കപ്പ കിട്ടി. ഇനി നമുക്കൊരു 30,000 കിലോ കപ്പ നമുക്ക് ഇതിനകത്ത് നിന്ന് ആകെ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കൂട്ടലുകൾ. എത്ര രൂപ നമുക്ക് കിട്ടും? നമുക്ക് 1 കിലോയ്ക്ക് 22 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. 6 ലക്ഷം രൂപയുടെ മുകളിൽ ഈ കപ്പ പറിക്കുന്ന കൂലി കഴിഞ്ഞിട്ട് 6 ലക്ഷം രൂപയുടെ മുകളിൽ കിട്ടും. ഒരു 1.5 ലക്ഷം രൂപ കൂടുതൽ ഇതിന് നമുക്കൊരു ചെലവ് വന്നിട്ടില്ല. കൂടാതെ ജാതി, വാഴ, പച്ചക്കറികൾ എന്നിവയും പള്ളിവക സ്ഥലത്ത് കൃഷിയിറക്കിയിട്ടുണ്ട്. 6.25 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കിയിട്ടില്ല. ഇടവക വികാരി ഫാദർ മാർക്കോസ് ചിറ്റേമാരിയിൽ, കൈക്കാരന്മാരായ സേവ്യർ, ഷൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്.